മൊഗ്രാൽ പുത്തൂരിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വലതുഭാഗത്തായിട്ട് മണ്ണ് ഇട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. സർവീസ് റോഡിൻ്റെ വർക്കും നടക്കുകയാണ്. ഇടത് ഭാഗത്തായിട്ട് നമ്മുടെ കാസർഗോഡ് ഭാഗത്തോട്ട് നിലവിൽ റോഡ് വർക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നു. കല്ലങ്കൈ ഭാഗത്തുള്ള ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള ദൃശ്യമാണ്. ഇവിടെ 100 എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മൊഗ്രാൽ പുത്തൂർ ഭാഗത്തോട്ട് പോകുമ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് ഫുട് പാത്തിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഇവർ വർക്ക് നടത്തിയിട്ടുള്ളത്. എന്തായാലും കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചിൽ അടിപൊളിയായിട്ട് നമ്മുടെ ULCC വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ മൊഗ്രാൽ പുത്തൂർ ടൗണിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു അണ്ടർ പാസേജാണ് മൊഗ്രാൽ പുത്തൂരിൽ അനുവദിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മളെ മൊഗ്രാൽ പാലം വരികയാണ്. ദേശീയപാത വികസനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മൊഗ്രാൽ പുത്തൂറിലാണുള്ളത്. മൊഗ്രാൽ പുത്തൂർ മുതൽ നമ്മുടെ കുമ്പള ടൗൺ വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ കറന്തക്കാട് മുതൽ നമ്മുടെ മൊഗ്രാൽ പുത്തൂർ ടൗൺ വരെ ദേശീയപാത റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ മൊഗ്രാൽ പാലമാണ് വരുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഇടത് ഭാഗത്തായിട്ട് മണ്ണിട്ട് സെറ്റാക്കുകയാണ്. ഇപ്പോൾ സർവീസ് റോഡ് കൂടി വലതുഭാഗത്ത് നമ്മുടെ കാസർഗോഡ് ഭാഗത്തോട്ട് വാഹനങ്ങൾ പോവുകയാണ്. നമ്മുടെ മംഗലാപുരം ഭാഗത്തോട്ട് വലതുഭാഗത്ത് നിർമ്മിച്ച റോഡ് കൂടി വാഹനങ്ങൾ പോവുകയാണ്. ഇവിടെ ലാസ്റ്റായിട്ടാണ് വർക്ക് സ്റ്റാർട്ടായത്. നമ്മുടെ മൊഗ്രാൽ പാലം വരുന്നുണ്ട്. ഒരു വശത്ത് മൊഗ്രാൽ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞ് വാഹനങ്ങൾ ഇപ്പോൾ കാസർഗോഡ് ഭാഗത്തോട്ട് വരികയാണ്. നിലവിലെ മൊഗ്രാൽ പാലം നിലനിർത്തിക്കൊണ്ടാണ് ദേശീയപാത വികസനം വരുന്നത്. നിലവിലെ പാലത്ത് 2 വരി കൂടിയായിരിക്കും വാഹനങ്ങൾ മംഗലാപുരം ഭാഗത്തോട്ട് പോകുന്നത്. മൊഗ്രാൽ പാലം കഴിഞ്ഞ് നമ്മുടെ മൊഗ്രാൽ അണ്ടർ പാസേജിന് മുന്നോടിയായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുകയാണ്. അവിടെ മണ്ണിട്ട് ഉയർന്ന വർക്കാണ് നടക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ടും നമ്മൾ ഈ മൊഗ്രാൽ പുത്തൂർ കഴിഞ്ഞ് 6 വരി പാത തുറന്നു കൊടുത്തിട്ടില്ല. വർക്ക് പെൻഡിങ് ഉണ്ട്. മൊഗ്രാൽ പുതുതായി നിർമ്മിച്ച പാലത്തിൽ കൂടി വാഹനങ്ങൾ ഇപ്പോൾ നമ്മുടെ കാസർഗോഡ് ഭാഗത്തോട്ട് വരികയാണ്. മൊഗ്രാൽ പാലം കഴിഞ്ഞ് നല്ല രീതിയിൽ ഇപ്പോൾ കോൺക്രീറ്റ് വാളുകൾ നിർമ്മിച്ച് മണ്ണ് അടിച്ചിട്ട് ഉയർത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഇവിടെ വർക്ക് പെൻഡിങ് ആയിരുന്നു. നിലവിൽ നല്ല രീതിയിൽ നമുക്ക് ഈ ഭാഗത്ത് വർക്ക് പുരോഗതി കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ മൊഗ്രാൽ അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള ഭാഗങ്ങളിൽ ടാറിംഗ് പ്രവൃത്തികൾ നമ്മുടെ കുമ്പള അപ്രോച്ച് റോഡ് വരെ മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ മൊഗ്രാൽ പാലം കഴിഞ്ഞ് വലതുഭാഗത്തായിട്ട് നമ്മുടെ റോഡ് സെറ്റാക്കിയിട്ട് കാസർഗോഡ് ഭാഗത്തോട്ട് വാഹനങ്ങൾ വരുന്നുണ്ട്. ഇടത് ഭാഗത്തായിട്ട് സർവീസ് റോഡ് റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കോൺക്രീറ്റ് വാളുകൾ കെട്ടി ഇവിടെ മണ്ണടിച്ചിട്ട് നല്ല രീതിയിൽ ഉയർത്തേണ്ട വർക്ക് ഇപ്പോൾ നടക്കുകയാണ്. നല്ല രീതിയിൽ ഇപ്പോൾ പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഭാഗം തൊട്ട് വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിലാണ് കേട്ടോ. നമ്മൾ കാസർഗോഡ് ഭാഗത്തോട്ട് വരുമ്പോഴേക്ക് ഇവിടെ മുതൽ ഡൈവേഷൻ വരുന്നത്, ഇവിടെ മുതൽ സർവീസ് റോഡിൽ നിന്ന് നമ്മുടെ റോഡിൽ കൂടി 3 വരി പാത മുഴുവനായിട്ടും കഴിഞ്ഞിട്ടില്ല. കാസർഗോഡ് ഭാഗത്തോട്ട് മൊഗ്രാൽ പാലത്തിലൂടെ കടന്നു പോവുകയാണ്. അത് കഴിഞ്ഞ് ഈ ഭാഗങ്ങളിലൊക്കെ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. ഇവിടെ വെറ്റ് മിക്സ് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിപ്പോൾ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ട് വരികയാണ്. ഏകദേശം അവസാന ഘട്ടത്തിലാണ് നമ്മുടെ മൊഗ്രാൽ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടന്നു കൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ മൊഗ്രാൽ ടൗണിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൊഗ്രാൽ അണ്ടർ പാസേജ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള അണ്ടർ പാസേജാണ് ഇവിടെ അനുവദിച്ചിട്ടുള്ളത്. അതിന് താഴെയായിട്ട് മുഴുവനായിട്ടും നമ്മുടെ സർവീസ് റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടില്ല. നമുക്കൊക്കെ അറിയാം കാസർഗോഡ് ടൗണിലും ടൗൺ ഭാഗത്തൊക്കെ നമ്മളെ ഉപ്പള ടൗൺ ഭാഗത്തൊക്കെ നമ്മുടെ സർവീസ് റോഡ് അധികവും വർക്ക് പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നേയില്ല. അവിടെയൊക്കെ കുണ്ടും കുഴിയും നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഈ 6 വരി പാതയുടെ വർക്ക് നിലവിൽ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊഗ്രാൽ അണ്ടർ പാസേജിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുമ്പള അണ്ടർ പാസേജിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കും നമ്മുടെ ആരിക്കാടി ഭാഗത്തും ഉപ്പള ഭാഗത്തുള്ള വർക്കാണ് പെൻഡിങ് ഉള്ളത്. പിന്നെ പല ഭാഗത്തും സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കും പെൻഡിങ് ഉണ്ട്. അത് കഴിഞ്ഞാൽ 2025 മെയ് മാസത്തോടു കൂടി ഇവർ മുഴുവനായിട്ടും ഈ നമ്മുടെ 1ാമത്തെ റിച്ച് തുറന്നു കൊടുക്കുമെന്ന്
നമുക്ക് പ്രതീക്ഷിക്കാം. മെയ് മാസം വരെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി സമയം നീട്ടിക്കൊടുത്തിട്ടുള്ളത്. അതിനു മുമ്പ് നമ്മുടെ ഒന്നാമത്തെ റീച്ച് മുഴുവനായിട്ടും പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ULCC അവകാശപ്പെടുന്നത്. നമ്മുടെ മൊഗ്രാൽ പാലം കഴിഞ്ഞ് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് നമ്മുടെ ഈ വലതു ഭാഗത്തായിട്ട് റോഡ് വർക്ക് അല്പം പെൻഡിങ് ആണ്. നിലവിൽ ഈ ഭാഗത്ത് മണ്ണിട്ട് സെറ്റാക്കുന്ന വർക്ക് നടക്കുകയാണ്. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് മുഴുവനായിട്ടും ഏകദേശം അവസാന ഘട്ടത്തിലാണ്. ഇവിടെ മൊഗ്രാൽ ടൗൺ കഴിഞ്ഞ് കാസർഗോഡ് ഭാഗത്തോട്ട് പോകുമ്പോൾ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ ഉടൻ ഈ ഭാഗത്ത് വർക്ക് തുടങ്ങുകയായിരിക്കും. ഇപ്പോൾ മുഴുവനായിട്ട് ഈ ഭാഗത്ത് വർക്ക് കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ മുകളിലോട്ട് നമുക്ക് ആക്സസ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ സർവീസ് റോഡിൽ കൂടി വാഹനങ്ങൾ തിരിച്ചു വിട്ട് ഇവർ വർക്ക് നടക്കുമോ എന്നറിയില്ല. മൊഗ്രാൽ കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ ഈ ഭാഗത്തൊക്കെ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ റോഡിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ്. ഇടതുഭാഗത്തായിട്ട് ഫ്രിക്ഷൻ സ്ലാബുകൾ നിരത്തി വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കാസർഗോഡ് ഭാഗത്തോട്ട് ഇപ്പോൾ 3 വരി പാത കൂടി ഇവർ ചെറിയൊരു ആക്സസ് ഇവിടെ നിന്ന് നമ്മൾ മൊഗ്രാൽ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സർവീസ് റോഡ് കൂടിയാണ് ഇപ്പോൾ ഇടത് ഭാഗത്തായിട്ട് നമ്മളെ കുമ്പള ഭാഗത്തോട്ട് വാഹനങ്ങൾ പോകുന്നത്. ഇവിടെ മെർജിങ് പോയിൻ്റ് വരുന്നുണ്ട്. ഇവിടെ മുതലാണ് നമ്മുടെ കുറച്ച് ഭാഗങ്ങളിലായിട്ട് കാസർഗോഡ് ഭാഗത്തോട്ട് 3 വരി പാത തുറന്നു കൊടുത്തിട്ടുള്ളത്. ഇവിടെ മുതൽ ക്ലോസ്ഡ് ആണ് കേട്ടോ, ഇരുവശത്തോട്ടും റോഡ്. നേരത്തെ തുറന്നു കൊടുത്തതാണ് ഒരു ഭാഗത്തായിട്ട് റോഡ്. നിലവിൽ ഇപ്പോൾ ഈ ഭാഗങ്ങൾ റോഡ് മുഴുവനായിട്ടും ക്ലോസ് ചെയ്തിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇരുവശത്തോട്ടും ഇപ്പോൾ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. നമ്മളങ്ങനെ പേർവാട് ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പേർവാട് ഭാഗത്ത് ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെയുള്ള ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വർക്ക് ഇപ്പോൾ ഇവിടെ തുടങ്ങിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, നേരത്തെ കഴിഞ്ഞതാണ്. നമ്മളീ കാണുന്നത് നമ്മുടെ നടപ്പാതയുടെ ദൃശ്യമാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ വീതിയുള്ള നടപ്പാത നമുക്ക് ലഭിക്കണമെന്നില്ല. സ്ഥലപരിമിതി ഉള്ള സ്ഥലത്തൊക്കെ ചെറിയ നടപ്പാതയാണ് വരുന്നത്. നമ്മുടെ എസ്സ ഓഡിറ്റോറിയത്തിൻ്റെ മുൻവശത്തായിട്ടാണ് ഇവിടെ ഫുട് ഓവർ ബ്രിഡ്ജ് വരുന്നത്. നിലവിൽ ഈ ഭാഗത്ത് വർക്ക് പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ ഫൗണ്ടേഷൻ്റെ വർക്ക് കഴിഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇവിടെ കാറ്ററക്കുള്ള പ്രദേശമായിരുന്നു. വലതുഭാഗത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡ് കുറച്ച് ഉയരത്തിലാണ് വരുന്നത്. മണ്ണെടുത്തിട്ട് താഴ്ന്നിട്ടാണ് ഇവിടെ 6 വരിപ്പാത വരുന്നത് കേട്ടോ. ഈ ഭാഗത്ത് ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മളങ്ങനെ കുമ്പള ഭാഗത്തോട്ട് പോവുകയാണ്. കുമ്പള അപ്രോച്ച് റോഡ് എത്തുന്നതിന് തൊട്ട് മുൻപ് വരെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെയും സെൻറ്റർ ഡിവൈഡറിൻ്റെ ഭാഗത്തൊക്കെ പുട്ടിയടിച്ച് പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഈ ഭാഗത്ത് ഇപ്പോൾ നടപ്പാതയുടെ നിർമ്മാണമാണ് നടക്കുന്നത്. അപ്പോൾ പല ഭാഗത്തും ഇപ്പോൾ നടപ്പാതയുടെ നിർമ്മാണം തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, നമ്മളെ ചെങ്കള നീലേശ്വരം റീച്ചിലെ 83% വർക്കും ഫിനിഷായിട്ടുണ്ട്. കുമ്പള അണ്ടർ പാസേജിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരത്തെ റോഡ് നമ്മൾ കാസർഗോഡ് ഭാഗത്തോട്ട് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും. 2 ഭാഗത്തായിട്ടും ഇപ്പോൾ സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. ഈ ഭാഗത്തൊക്കെ നമ്മൾ കുമ്പള ഭാഗത്തൊക്കെ ഇപ്പോൾ കോൺക്രീറ്റ് കട്ടകൾ ഉപയോഗിച്ച് ഫുട്പാത്തിൻ്റെ നിർമ്മാണം തകൃതിയിൽ നടക്കുകയാണ്. നമ്മൾ കുമ്പള അണ്ടർ പാസേജിൻ്റെ മുൻപോടിയായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് നിലവിൽ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വർക്കാണ് നടക്കുന്നത്. അവസാന ഘട്ട വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം മാർച്ചോടുകൂടി തന്നെ ഈ ഭാഗം മുഴുവനായിട്ടും തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് ULCC അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ 2 ഭാഗത്തായിട്ട് നിങ്ങൾ കണ്ട സർവീസ് റോഡ്, ഈ അപ്രോച്ച് റോഡ് നല്ല ഉയരത്തിലാണ് കേട്ടോ 6 വരിപ്പാത വരുന്നത്. ഇവിടെ കുമ്പള അണ്ടർ പാസേജ് വരുന്നത് കുമ്പള റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ടാണ്. അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. താഴെയായിട്ട് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നുണ്ട്. താഴെയുള്ള വർക്ക് മുഴുവനായിട്ടും കഴിഞ്ഞില്ല കേട്ടോ. അതിന് താഴെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ ബാക്കിയുണ്ട്. നേരത്തെ ആ ഭാഗങ്ങളിൽ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ ആ ഭാഗത്ത് പാർക്ക് ചെയ്യാൻ അനുവാദമില്ല. എന്തായാലും കുമ്പള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇവിടെ വെറ്റ് മിക്സ് നിരത്തിയിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്.
അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നിലവിലിപ്പോൾ മണ്ണടിച്ച് ഉയർത്തുന്ന വർക്കാണ് നടക്കുന്നത്. കുമ്പളയിൽ അശാസ്ത്രീയമായിട്ടാണിപ്പോൾ വർക്ക് നടക്കുന്നതെന്ന് ആരോപിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുമ്പള ടൗണിലോട്ട് ബസ്സുകൾ കാസർഗോഡ് ഭാഗത്തുനിന്ന് പ്രവേശിക്കാൻ നമ്മൾ ഈ കാണുന്ന അണ്ടർ പാസേജിൻ്റെ താഴെ കൂടി വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ ഇവിടെയുള്ള സർവീസ് റോഡാണ്, അതിൽ കൂടി വാഹനങ്ങൾക്ക് നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വേറൊരു കാര്യം, നമ്മളെ കുമ്പള ടൗണിൽ നിന്ന് നമ്മുടെ മംഗലാപുരം ഭാഗത്തോട്ട് പോകുമ്പോൾ ബസ്സുകൾ വീണ്ടും ഇതിലെ കൂടി തന്നെ തിരിച്ച് പോയിട്ട് വേണം നമ്മൾ മംഗലാപുരം ഭാഗത്തോട്ടും പോകാൻ. അപ്പോൾ ഈ കുമ്പളയിൽ ഇവർ എന്താണ് കണ്ടിരിക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും ഈ കുമ്പളയിലുള്ള അണ്ടർ പാസിൻ്റെ വർക്ക് കഴിഞ്ഞ് ഈ ഭാഗത്തോട്ട് ഇപ്പോൾ മണ്ണടിച്ചിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് കഴിഞ്ഞ് ആളുകൾക്ക് ഇരുവശത്തോടും പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാസേജ് അനുവദിച്ചിട്ടുണ്ട്. നമ്മളെ കുമ്പള ടൗണിലേക്ക് പ്രവേശിക്കുന്ന ആ ഭാഗത്തുള്ള ജംഗ്ഷനിൽ ഇപ്പോഴും റോഡിൻ്റെ വർക്ക് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ RE പാനലുകൾ വെച്ചിട്ട് അവസാനഘട്ട മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ മൊഗ്രാൽ പുത്തൂർ മുതൽ കുമ്പള വരെയുള്ള അപ്ഡേറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.